നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യത്യസ്ത അപകടങ്ങളിൽ ഒരു മരണം, 4 പേർക്ക് പരിക്ക്. അഞ്ചൽ പത്തടി കാഞ്ഞുവയൽ ജംഗ്ഷന് സമീപം കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. ചിതറയിൽ മത്സരിച്ചോടിയ ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പോക്സോ കേസ് പ്രതിയെ അയോഗ്യനാക്കണമെന്ന ആവശ്യം. കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF UDF കൺവെൻഷനുകൾ ആരംഭിച്ചു. കരുനാഗപ്പള്ളിയിൽ LDFന്റെയും ഓച്ചിറയിൽ UDFന്റെയും കൺവെൻഷൻ നടത്തി. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം. വിശദമായ വാർത്തകളിലേക്ക്. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. പത്തനാപുരം പുന്നല ആനക്കുളം ബിന്ദുവിലാസത്തിൽ ബൈജുകുമാറാണ് മരിച്ചത്. കണിയാമ്പടിക്കലിലായിരുന്നു അപകടം. ബൈജുകുമാർ ഓടിച്ച ഓട്ടോ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഇയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ഓടിക്കൂടിയവർ ബൈജുകുമാറിനെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വീട്ടിൽ നിന്ന് ക്ഷീരസംഘത്തിൽ പാൽ നൽകാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്. അപകട സമയത്ത് സമീപ വീട്ടിലെ ചെറിയ കുട്ടിയും ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നു. കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വർഷങ്ങളായി അരിമുക്ക് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളിയാണ് ഇയാൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ പത്തടി കാഞ്ഞുവയൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പെട്ടി ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച പത്തടി സ്വദേശികളായ റഹ്മത്ത്, രമേശൻ എന്നിവർക്കും കാറിൽ സഞ്ചരിച്ച കർണാടക സ്വദേശികളായ ദമ്പതികൾക്കുമാണ് പരിക്കേറ്റത്. കർണാടക രജിസ്ട്രേഷനിലുള്ള കാർ കുളത്തൂപ്പുഴ റോഡിൽ നിന്നും അഞ്ചലിലേക്ക് വരവെ മുൻവശത്തേക്ക് പോയ ലോറിയെ ഓവർടേക്ക് ചെയ്യവെയാണ് അഞ്ചൽ റോഡിൽ നിന്നും വന്ന പെട്ടി ഓട്ടോയിലേക്ക് കാർ ഇടിച്ചു കയറിയത്. അപകടത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. അപകട സമയം സമീപത്തെ ഹോട്ടലിന്റെ മുൻവശത്ത് നിന്ന് ചായ കുടിച്ചുകൊണ്ടുനിന്ന കാഞ്ഞുവയൽ സ്വദേശി അമ്പിളി നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോ ഛിന്നഭിന്നമായി ചായക്കടയിലേക്ക് പാഞ്ഞു കയറി. ഏരൂർ പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു. 2 വാഹനങ്ങളും അപകടത്തിൽ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെയും നാട്ടുകാർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മത്സരിച്ചോടിയ ബൈക്കുകളിൽ ഒരെണ്ണം കാറുമായി കൂട്ടിയിടിച്ചു. ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ചിതറ വളവുപ്പച്ച ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു അപകടം. ഇതിൽ വന്ന ഒരാളിൻ്റെ കാലിൻ്റെ കുഴ കംപ്ലീറ്റ് ഒടിഞ്ഞ് എല്ലാം പല കഷ്ണങ്ങളായി പോയി. ഈ ശിരസ് മുതൽ കംപ്ലീറ്റ് താഴോട്ട് എല്ലാം ഉരഞ്ഞു പോയി. വളവുപച്ചയിൽ നിന്നും മടത്തറയിലേക്ക് പോയ ബൈക്കും മടത്തറയിൽ നിന്നും ചിതറയിലേക്ക് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 2 ബൈക്കുകൾ മത്സരിച്ചോടിയെത്തിയതിൽ ഒരു ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. മുന്നിലേക്കെത്തിയ ബൈക്ക് കാറിന്റെ സൈഡിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നുവെന്നാണ് കാർ ഡ്രൈവർ പറയുന്നത്. അപ്പോഴാണ് യുവമാർ ഓവർ സ്പീഡിൽ ഈ ഡൂക്ക് ബൈക്കിൽ ഈ വളവിൽ വന്നിട്ട് യുവമാർ ഇങ്ങനെ ചരിച്ച് നിരങ്ങി നേരെ വന്ന് കണ്ട ഈ കാണുന്ന ഈ അടയാളം ഇവിടെ വന്ന് ഞാൻ മടക്കരയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. കുമ്പോന്തടിയിൽ നിന്ന് എൻ്റെ വണ്ടിയിൽ ഒറ്റ ഇടി. വണ്ടിയിൽ ഇടിച്ചിട്ട് മൽകാട് ഫ്രണ്ട് ടയർ കംപ്ലീറ്റ് പോയി. ബൈക്ക് യാത്രികരായ 2 പേർക്കാണ് പരിക്കേറ്റത്. കാനൂർ സ്വദേശി 23 വയസ്സുള്ള അൽ അസദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പോരുവഴി പെരുവിഴുത്തി മലനടയിൽ നടന്ന സൂര്യപൊങ്കാലയ്ക്കിടെ ആഭരണങ്ങൾ കവർന്ന സംഭവം. തമിഴ്നാട് സ്വദേശികളായ 3 അംഗ സംഘത്തെ റിമാൻഡ് ചെയ്തു. കോയമ്പത്തൂർ സ്വദേശികളാണ് ആഭരണങ്ങൾ കവർന്നത്. പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 15-ന് നടന്ന സൂര്യപൊങ്കാലയ്ക്കിടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിലെ പ്രതികളെയാണ് ശാസ്താംകോട്ട കോടതി റിമാൻഡ് ചെയ്തത്. കോയമ്പത്തൂർ ചെട്ടിപ്പാളയം മാരിയമ്മൻ കോവിൽ സ്വദേശികളായ ഷൺമുഖവല്ലി, സന്ധ്യ, ഗായത്രി എന്നിവരെയാണ് ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി തടവിലാക്കിയത്. സൂര്യപൊങ്കാലയ്ക്ക് എത്തിയവർക്ക് കാപ്പി വിതരണം ചെയ്ത സ്ഥലത്ത് തിരക്ക് കൂട്ടി 3 പേരുടെ സ്വർണ്ണമാല കവരുകയായിരുന്നു. ഷൺമുഖവല്ലിയും സന്ധ്യയും തിരക്ക് കൂട്ടുകയും പരിസരങ്ങൾ വീക്ഷിക്കുകയും ചെയ്തതോടെ ഈ സമയം ഗായത്രിയാണ് കാപ്പി വാങ്ങിക്കൊണ്ടു നിന്നവരുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തത്. പൊങ്കാലയ്ക്കെത്തിയ 3 പേരുടെ സ്വർണ്ണാഭരണങ്ങൾ ഇവർ കവർച്ച ചെയ്തു. ക്ഷേത്രവും പരിസരവും CCTV നിരീക്ഷണത്തിലാണെന്ന് അറിയാതെയാണ് ഇവർ കവർച്ച നടത്തിയത്. ആഭരണങ്ങൾ നഷ്ടപ്പെട്ടവരും പെരുവിരുത്തി മലനട ദേവസ്വവും ശൂരനാട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. ഇവരെ മലനടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.
പോക്സോ കേസ് പ്രതിയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊറ്റങ്കര പഞ്ചായത്ത് അംഗം മണിവർണ്ണനെ അയോഗ്യനാക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പോക്സോ കേസ് പ്രതിയും കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മണിവർണ്ണനെ അയോഗ്യനാക്കി പഞ്ചായത്തിൽ നിന്നും പുറത്താക്കുകയും മണിവർണ്ണനെ സംരക്ഷിക്കുന്ന CPMന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എന്റെയും നിങ്ങളുടെയും നാട്ടിലായി ഇന്ന് നടന്നു വരുന്ന ഈ സ്ത്രീകൾക്കെതിരെയുള്ള, പെൺകുട്ടികൾക്കെതിരെയുള്ള, കൊച്ചു അനുജത്തിമാർക്കെതിരെയുള്ള പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അവർക്കൊക്കെ നിയമവും നീതിയും കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു നിയമ സംവിധാനം പോലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സനൂപ് സജീർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി. അദ്ദേഹത്തിനെതിരെ കുണ്ടറ പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുണ്ടറ പോലീസ് സ്റ്റേഷനിലോട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടിയും അതുപോലെ തന്നെ UDFന്റെ പരിപാടിയും ഉണ്ടായിരുന്നു. അന്ന് ആ സമയം വരെ എടുത്തിരുന്ന കേസ് ഈ കുട്ടിയെ അദ്ദേഹത്തിന്റെ 2 ഫോണിൽ നിന്നും, ഒരു ഫോണിൽ നിന്നും 1000-ലധികം തവണയും മറ്റേ ഫോണിൽ നിന്നും 500-ലധികം തവണയും. DCC ജനറൽ സെക്രട്ടറി KRV സഹജൻ, കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചൈത്ര ഡി തമ്പാൻ, യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കൗശിക് എം ദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഐശ്വര്യ അജിത് ലാൽ, UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദിര, സിന്ധു ഗോപൻ, ശശികല, ഗീതാകുമാരി, സുമേഷ് ദാസ്, നിസാർ പാലവിള, വിനോദ് കോണിൽ, വിനോദ് ജി പിള്ള, ഗോപകുമാർ, സൗമ്യ, ഹാഷിം, അഭിലാഷ് കോശി, അനീസ് കുറ്റിച്ചിറ, ജയൻ, നാസിം, അജിൻ വാറൂർ, അരവിന്ദ്, ഫൈസൽ, ബിന്ദു പാട്രിക്, ഗീത, ഇബ്രാഹിം കുട്ടി, ഷാജഹാൻ, ഷാൻ മുട്ടയ്ക്കാവ്, സൂര്യദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. LDF കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. BJP ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ മതേതര ഭരണഘടന കുഴിച്ചുമൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ മതേതര ഭരണഘടന കുഴിച്ചുമൂടുമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ വിജയത്തിനായി ചേർന്ന കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണ് തെരഞ്ഞെടുപ്പ്. സ്ഥാനമാനങ്ങൾ കാണിച്ചു വിളിച്ചാൽ അതിനു പിറകെ പോകുന്നവരായി കോൺഗ്രസ് മാറിയെന്നും മോദിക്ക് ബദലായി ഉറച്ച പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചുനിന്ന ശബ്ദമുയർത്താൻ LDFന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഈ ഭരണത്തിൻ്റെ തണൽ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തത് 6698 കോടിയാണ്. ചെറിയ എമൗണ്ടൊന്നുമല്ല. ഏതാണ്ട് 7000 കോടിയോളം രൂപ അധികാരത്തിലിരുന്നുകൊണ്ട് BJP എന്ന പാർട്ടി അതിൻ്റെ വാർത്തകൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിലെ വലിയ കമ്പനികൾ 1000 കോടിയും 500 കോടിയും ഒക്കെ കൊടുത്ത കമ്പനികൾ. CPM അസംബ്ലി മണ്ഡലം സെക്രട്ടറി PK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. R സോമൻപിള്ള സ്വാഗതം പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത, CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ, സ്ഥാനാർത്ഥി AM ആരിഫ്, MLA മാരായ PS സുബാൽ, കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള, തോമസ് K തോമസ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, MS താര, C രാധാമണി, അബ്ദുൽ സലാം അൽഖന തുടങ്ങിയവർ പങ്കെടുത്തു. തെറ്റിദ്ധരിക്കപ്പെട്ട ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. എന്നാൽ പാർലമെന്റിൽ ഞാൻ കണ്ട കാഴ്ച, ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയാകാൻ അയച്ച മാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വരാറ് പോലുമില്ല. അവിടെ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ സ്വാഭാവികമായും മറ്റ് അംഗങ്ങളെല്ലാവരും മാറി അദ്ദേഹത്തിന് അവസരം കൊടുക്കും. സ്പീക്കറും ഒരു പ്രത്യേക പരിഗണന അദ്ദേഹത്തിന് നൽകും. പക്ഷേ പാർലമെന്റിൽ വരാറില്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ എണ്ണം 8. അഡ്വക്കേറ്റ് MS താരയെ ചെയർപേഴ്സണായും PK ബാലചന്ദ്രനെ സെക്രട്ടറിയായും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. UDF ഓച്ചിറ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. UDF ഓച്ചിറ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CR മഹേഷ് MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യഹൃദയത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ശ്രമം കോൺഗ്രസ് അനുവദിക്കില്ലെന്നും ജനങ്ങൾ കോൺഗ്രസിനെ തിരികെ അധികാരത്തിൽ എത്തിക്കുമെന്നും MLA പറഞ്ഞു. ആചാരത്തിന്റെ പേരിൽ വ്യത്യസ്തതകളുള്ള ഈ രാജ്യത്ത് ആ വ്യത്യസ്തതകളെ ചൂടാക്കി നിർത്തുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യ എന്ന ഒരു പൊതുവികാരം
നമ്മളെല്ലാം ഭാരതീയരാണ് എന്നൊരു പൊതുവികാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന് ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപരമായി അന്നത്തെ കാലഘട്ടത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾ അവർ തന്നെ സ്പോൺസർ ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ അയ്യാണിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, തൊടിയൂർ രാമചന്ദ്രൻ, MS ഷൗക്കത്ത്, BS വിനോദ്, N കൃഷ്ണകുമാർ, അൻസാറെ മലബാർ, B ഹാഷിർ, കാർത്തിക് ശശി, B സെവന്തികുമാരി, ബിജു വിളയിൽ, ശിഹാബ്, A ഗോപിനാഥൻ പിള്ള, അമ്പാട്ട് അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകന്മാർ ഈ വോട്ടർമാരുമായി ഒരു ബന്ധം ഉണ്ടാവണം. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന അതിഭീകരമായ സാഹചര്യത്തെക്കുറിച്ച് അവരുമായി സംവദിക്കുവാൻ, അവരുമായി ചർച്ച ചെയ്യുവാൻ നമ്മൾ തയ്യാറാകും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിവിധ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പാവുമ്പയിൽ പര്യടനം നടത്തി. പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിലെത്തിയ ശോഭ സുരേന്ദ്രനെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ സുമേഷ്, പ്രശാന്തി ദീപു, BJP പ്രവർത്തകരായ സന്ധ്യ S പിള്ള, രേണുകാദേവി തുടങ്ങിയവർ സ്വീകരിച്ചു. താമരപ്പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. വ്യക്തികളെയും നേരിട്ട് കണ്ടു. BJP നേതാക്കളായ മാലുമേൽ സുരേഷ്, ജിതിൻ ദേവ്, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, പാലോമിറ്റത്ത് വിജയകുമാർ, BJP ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത് കുമാർ, സുനിൽ സാഫല്യം, ശശികല, ശങ്കരൻകുട്ടി, രാജീവൻ പിള്ള, അജിത് പാലശ്ശേരി തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി. ലോകോത്തര നിലവാരത്തിലേക്ക് കയർ കയറ്റുമതി ചെയ്ത് അയക്കാൻ പോലും പ്രാപ്തിയുണ്ടായിരുന്നവരുടെ നാടാണ് ആലപ്പുഴ. അവിടെ കയർ വ്യവസായം പാടെ തകർന്നിരിക്കുകയാണ്. ഞങ്ങൾക്കത് പുനരുജ്ജീവിച്ച് കിട്ടണം എന്നുള്ളതാണ് ചെറുതും വലുതുമായിട്ടുള്ള കയർ തൊഴിലാളികളും അതുപോലെ തന്നെ കയർ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവരും അത് മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം പറയുന്നത്. അപ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ കയർ തൊഴിലാളികളുടെ പണ്ട് കയർ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ കാണുന്നത്. പാവുമ്പ ഷാപ്പുമുക്കിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തുറന്നു. ന്യൂസ് ബ്യൂറോ, തഴവ. ശാസ്താംകോട്ട മാനാമ്പുഴ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വാർഷികാഘോഷം, പഠനോത്സവം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ശാസ്താംകോട്ട മാനാമ്പുഴ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് പഠനോത്സവവും സ്കൂൾ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. പോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. SMC ചെയർമാൻ K അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക R ഉഷ സ്വാഗതം പറഞ്ഞു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K വത്സലകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. കലാപ്രതിഭകൾക്കുള്ള അനുമോദനം കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T ശ്രീലേഖ നിർവഹിച്ചു. ശാസ്താംകോട്ട AEO PS സുജാകുമാരി എൻഡോമെന്റ് വിതരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡാനിയൽ തരകൻ പഠനോത്സവവും സമ്മാനദാനവും നിർവഹിച്ചു. രാജൻ നാട്ടുശ്ശേരി, ബിജു S, അനില, ഇന്ദു, KO ദീപക് കുമാർ, ലീന വർഗീസ്, ശില്പ S, ഗിരിജാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പത്തനാപുരം ചേകം ഗവൺമെന്റ് LP സ്കൂളിൽ വാർഷികം നടത്തി. ഇതോടൊപ്പം പഠനോത്സവവും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിറവന്തൂർ സോമരാജൻ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളീയ സമൂഹത്തോട് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിടണം. പൊതുവിദ്യാലയങ്ങളിൽ അധ്യാപകരുടെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. പാഠപുസ്തകങ്ങൾ ഞങ്ങൾ പരിഷ്കരിക്കും. അധ്യാപകർക്ക് പരിശീലനം കൊടുക്കും. കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പാഠപുസ്തകങ്ങളിലടക്കം മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇത് കേരളീയ സമൂഹം ശിരസാ വഹിച്ചു. 7 വർഷം പിന്നിടുമ്പോൾ 8 വർഷം പിന്നിടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ
പൊതുവിദ്യാലയങ്ങളിൽ 10.4 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ അംഗൻവാടി മുതൽ +2 വരെയുള്ള മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയോട് സർക്കാർ പുലർത്തിയ ആഭിമുഖ്യമാണ് കാണാൻ കഴിഞ്ഞത്. മഞ്ജു ഡി നായർ മുഖ്യ പ്രഭാഷണം നടത്തി. കുട്ടികളുടെ വാർഷിക ആഘോഷമാണ് നടത്തുന്നത്. എല്ലാ കുട്ടികളെയും എല്ലാ പ്രോഗ്രാമിനും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലും ഒക്കെ പോയി ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയ നല്ല മിടുക്കൻ താരങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഏകദേശം 13 വർഷമേ ആയിട്ടുള്ളൂ ഞാനിവിടെ ഈ നാട്ടിലെത്തിയിട്ട്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ട് ഒരു ജനപ്രതിനിധി ആയതിനു ശേഷം 8 വർഷമായി. 8 വർഷത്തിൽ ഈ 8 വർഷം കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു അംഗമെന്ന നിലയിൽ ഈ സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറ്റവും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പ്രകാശ്, സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ VM മോഹനപിള്ള, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് ചീഫ് മാനേജർ PI വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ആരോമലുണ്ണി സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക ലിസിയമ്മ സ്വാഗതവും V സിന്ധുമോൾ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. കായിക കലാമത്സരങ്ങളിലും പഠനങ്ങളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ആരോമലുണ്ണി പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കായംകുളം കട്ടച്ചിറ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പുസ്തക പ്രകാശനം, വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടത്തി. കായംകുളം കട്ടച്ചിറ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിന്റെ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഉദ്ഘാടനം ചെയ്തു. സമീപകാല സ്കൂളുകളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തത പുലർത്തുന്ന, അക്കാദമിക നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കുഞ്ഞുങ്ങൾ എനിക്ക് മുമ്പിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ ഓരോ ചലനങ്ങളും ഇവിടെ വേദിയിലിരുന്നു കൊണ്ട് വീക്ഷിക്കുകയായിരുന്നു. വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അവരൊക്കെ തന്നെ മേക്കപ്പ് ഇട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ചൂടുകാലത്ത് വന്നിരിക്കുകയാണ്. ഈ ചൂടുകാലത്ത് അവരോട് നീതി പുലർത്തുക എന്നുള്ളത് അനിവാര്യമായ എൻ്റെ ഒരു കടമയും കൂടിയാണ്. MSN കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ചന്ദ്രശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഗിരീഷ് കുമാർ, റിജി ബാലകൃഷ്ണൻ, VI ജോൺസൺ, ദിലീപ് രാജ്, RS, ബിന്ദു സുരേഷ്, സൂര്യനാരായണൻ T, JR പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു. മലയാള വിഭാഗം അധ്യാപിക സൂര്യരാജൻ എഴുതിയ കാവ്യസമാഹാരം ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി പ്രൊഫസർ VI ജോൺസന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് രംഗപൂജയും നൃത്തപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കായംകുളം. അടൂർ പെരിങ്ങനാട് തൃച്ചേന്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു. കെട്ടുകാഴ്ച, ആറാട്ട് എന്നിവയോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. അടൂർ പെരിങ്ങനാട് തൃച്ചേന്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു. ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. ധർമ്മശാസ്ത്ര നടയിൽ നാളികേരമുടച്ച് കരവിളിച്ച് ചടങ്ങുകൾ നടന്നതോടെയാണ് തൃച്ചേന്തമംഗലം കെട്ടുകാഴ്ചയ്ക്ക് തുടക്കമായത്. വിവിധ കരകളിൽ നിന്നെത്തിയ കെട്ടുകാഴ്ചകൾ ദർശിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളെത്തി. ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി പ്രതീഷ് ഭട്ടതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രമുറ്റത്ത് നന്ദികേശ രൂപങ്ങളുടെ നേർച്ച എഴുന്നള്ളത്ത് രാത്രി വൈകിയും തുടർന്നു. ഭരണസമിതി പ്രസിഡന്റ് വികാസ് T നായർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് ചന്ദ്രൻ പിള്ള, സെക്രട്ടറി K അഖിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി C ജയചന്ദ്രൻ, ഖജാൻജി B വിജയൻ തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടൂർ. ഇഫ്താർ സംഗമം നടത്തി. തേവലക്കര, പടപ്പനാൽ, ട്രിവാൻഡ്രം റെസിഡൻസ് നഗറിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം നടത്തിയത്. ഡോക്ടർ സുജിത് വിജയൻ പിള്ള MLA ഉദ്ഘാടനം ചെയ്തു. തേവലക്കര, പടപ്പനാൽ, ട്രിവാൻഡ്രം റെസിഡൻസ് നഗറിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. നിസാർ ഇബ്രാഹിമിന്റെ വസതിയിലായിരുന്നു ഇഫ്താർ സംഗമം. ഡോക്ടർ സുജിത് വിജയൻ പിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. പൂർണ്ണമായിട്ട് നിൽക്കുന്ന പ്രതിശ്രുതിയോടുകൂടി തയ്യാറായിരുന്ന ഈ മാസത്തിന്റെ പ്രത്യേകതയുടെ ഭാഗമായി മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലെ ആഘോഷങ്ങൾ നമ്മുടേതാണെന്ന് കാണുവാനും അവരോടൊപ്പം നിന്ന് ആഘോഷിക്കുവാനും തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഉയർന്ന ഒരു മാനവരാശിയുടെ. റെസിഡൻസ് നഗർ പ്രസിഡന്റ് N വിജയൻ അധ്യക്ഷത വഹിച്ചു. ഗിരികുമാർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് അംഗം സജിയനിൽ, വാർഡംഗം അൻസർ കാസിം പിള്ള, രഘൂബ് കുഞ്ഞ്, ഇബ്രാഹിം കുട്ടി, ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും.
വ്യത്യസ്ത അപകടങ്ങളിൽ ഒരു മരണം, 4 പേർക്ക് പരിക്ക്. അഞ്ചൽ പത്തടി കാഞ്ഞുവയൽ ജംഗ്ഷന് സമീപം കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. ചിതറയിൽ മത്സരിച്ചോടിയ ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പോക്സോ കേസ് പ്രതിയെ അയോഗ്യനാക്കണമെന്ന ആവശ്യം. കൊറ്റങ്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF UDF കൺവെൻഷനുകൾ ആരംഭിച്ചു. കരുനാഗപ്പള്ളിയിൽ LDF-ന്റെയും ഓച്ചിറയിൽ UDF-ന്റെയും കൺവെൻഷൻ നടത്തി. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.